അന്നേരം നമ്മൾ ഇന്ന് സ്പീഡ് ബോട്ട് കണക്കത്തെ വേറൊരു ബോട്ട് ഉണ്ടാക്കുക. അത് ജെയിംസ് ബോണ്ടിന്റെ പടത്തിലൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഈ ആശയങ്ങൾ കടമെടുക്കാൻ വരും. നോക്കിക്കോണം. ഒരു പേപ്പർ എടുക്കുക, അതിനെ നമ്മൾ നാലായിട്ട് അകത്തോട്ട് മടക്കുക. എപ്പോഴും സ്ഥിര പരിപാടി, നാലായിട്ട് മടക്കുക. അതേ പേപ്പറിനെ വീണ്ടും തിരിച്ച് വയ്ക്കുക, വീണ്ടും തിരിച്ച് വെച്ച് അകത്തോട്ട് നാലായിട്ട് മടക്കുക. മടക്കി കിട്ടുന്ന പോർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയായിരിക്കും. മടക്കുക, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് വൺ സൈഡ് മാത്രം, ഈ സൈഡും മാത്രം ഇങ്ങനെ ഔട്ട് എടുക്കുക. കണ്ടല്ല, ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ പകുതി വെച്ചിട്ട് ഇവിടെയും ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട് ഇവിടെയും മടക്കുക. അങ്ങനെ നമുക്ക് രണ്ട് ചെവി പോലെ രണ്ട് സാധനങ്ങൾ കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ സാധാ ബോട്ടുണ്ടാക്കുന്ന പോലെ ഏതെങ്കിലും ഒരു വശം മടക്കി ഇങ്ങനെ ആക്കി എടുക്കുക. ഇതിൻ്റെ പകുതി വശം ഇവിടുന്നും പകുതി വശം ഇപ്പുറത്തുനിന്ന് മടക്കുക. എന്നിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കണ്ട ഒരു ബോട്ട് പോലെ കണ്ട. ഇതിൻ്റെ അകത്ത് സൈഡ് മടങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്ലെയിൻ പോലെ ഉപയോഗിക്കാം, ബോട്ട് പോലെ ഉപയോഗിക്കാം. പിന്നെ ഇത് മഴ പെയ്യുമ്പോൾ നമുക്ക് സമയത്ത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് റെയിൻ കോട്ടുണ്ട് ബോട്ടിന് തന്നെ. കണ്ട അതിൻ്റെ ബോഡി വാഷ് മൊത്തത്തിൽ നമുക്ക് മറച്ചുകൊണ്ട് വേണമെങ്കിലും ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് പറ്റും. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മടക്കി തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് വിത്ത് ഫ്ലൈയിങ് മോഡിലെടുത്ത് നമുക്കിത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ബോട്ടിലോട്ട്, ഈ ബോട്ടുകൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ഉണ്ടാക്കിയ ഒരു ബോട്ടിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അതിങ്ങനെ പറക്കാനായിട്ടും പറ്റും. വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിലൂടെ ഓടും.